സ്പെഷ്യൽ ഡേ ആണ്. അതെന്താ കാര്യം എന്നൊക്കെ നമ്മൾ ഇനി വീഡിയോയിലേക്ക് പോകുമ്പോഴത്തേക്ക് പറയാനായിരിക്കും. സോ നമ്മൾ നല്ലതായിട്ട് ഒരുങ്ങി നിങ്ങൾക്ക് ഇപ്പൊ ഗസ് ചെയ്യാം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആണെന്ന് നമുക്ക് പറഞ്ഞില്ല. എന്തെങ്കിലും ഫംഗ്ഷനിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഗസ് ചെയ്യാം. നമുക്കിനി വീഡിയോയിലേക്ക് പോകുമ്പോൾ അങ്ങനെ നമ്മൾ കോളേജ് ബസ്സൊക്കെ കയറി നമ്മൾ പരിപാടി നടക്കണം അങ്ങോട്ട് പോകുക കേട്ടോ. ആ പോണ സമയത്ത് നല്ല മഴയുണ്ടായി, ബസ് ഉണ്ടായതുകൊണ്ട് ഭാഗ്യം. ലൈറ്റിൻ്റെ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട്. ഗായ്സ് അപ്പോൾ നമ്മൾ പരിപാടി നടക്കണം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ഇത്രയും പേരുണ്ട് കേട്ടോ. രാരിയന്ത അവിടെ ഉണ്ട്, ബിനോ ഇത് ഇവിടെ ഉണ്ട്. കേസരി, കട്ട്ലേറ്റ്, സോസ്, പിന്നെ ചായ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പ്രോഗ്രാമിലേക്ക് പോവാണ്. ഇപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് ഇപ്പോഴും ഫുള്ള് റഷാണ്. അപ്പോൾ നമുക്ക് വോയിസ് കഴിക്കുമെന്ന് അറിയില്ല. നമ്മളത് വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും. വോയിസ് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഹോളിലേക്ക് കയറിയായിരുന്നു. ഹോളിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഓരോ റീൽസ് ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഞങ്ങളുടെ റീലായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ് ആര്യന്റെയും ബിനോയും. പിന്നെ ഇതായിരുന്നു കേട്ടോ, ഡ്രോമിയോ വെച്ചായിരുന്നു നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരുന്നത്. മിക്ക ഡിപ്പാർട്ട്മെൻറ്റും അവിടെ ഉണ്ടായിരുന്നു. ഈ പരിപാടി കണ്ടക്ട് ചെയ്ത MBBS സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു കേട്ടോ. ഇവിടം വരെ എത്തുമെന്ന് ഇതൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചേയില്ല. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അത് ഇത്രയും വലിയ പരിപാടിയായിരിക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഈ സാറായിരുന്നു നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നായിരുന്നത്. അങ്ങനെ സാറിനെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് സാറിന് വെൽക്കം ചെയ്തായിരുന്നു. തിരി കൊളുത്തുകയാണ് പരിപാടി. കൈയുടെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റിൻ്റെ സ്പീച്ചായിരുന്നു. ഇവിടം വരെ എത്തും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ എത്താൻ കാരണം ഒരു ദിവസം ആര്യന്ത പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾ സാധിച്ചു തരുമോയെന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഇവിടം വരെ എത്തിയത്. അപ്പം ഞങ്ങളും പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാം, നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇതെടുക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണേയില്ല നമുക്കിങ്ങനെ ഒരു പ്രൈസ് കിട്ടും എന്നും ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കണേയില്ല. കാരണം ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ എന്താവാനാന്ന് ഓർത്തിരുന്നത്. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് പോസ്റ്ററിൻ്റെ ആയിരുന്നു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്. അത് MBBS ബാച്ചിനായിരുന്നു കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആയിരുന്നു Kanachur College of Nursing Practice. Winners please come close to fire. In this competition as well, a cash prize has been instituted by the DMHP program, backed by Deena and team from Kanachur College of Nursing Practice. ആ ഒരു മൊമെൻ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമുക്ക് 3rd, 2nd നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനായിരുന്നു കിട്ടി. അങ്ങനത്തെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഫോട്ടോ സെക്ഷന് വേണ്ടി നിൽക്കുമായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ മുഖത്ത് എല്ലാവർക്കും. ഇതായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും ഉണ്ടായി. നമുക്ക് ആര്യക്കും ബിനോയ്ക്കും സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നവരെല്ലാം മൊമെൻറ്റോ എടുത്ത് ആദരിക്കുമായിരുന്നു. Special thanks to Sri Ramalingappa sir, civil judge and member secretary of. അങ്ങനെ നമ്മുടെ ഫോർമൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സ്കീസോഫ്രീനിയയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. സാർ ക്ലാസ് എടുത്തായിരുന്നു. നമ്മുടെ സ്പെഷ്യൽ ഡേയുടെ പ്രോഗ്രാം എൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റീസണിങ് കോമ്പറ്റീഷനിൽ ഭാഗമായിട്ടുണ്ടായിരുന്നു സ്കീസോഫ്രീനിയയുടെ ഇതായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ലാസ്റ്റ് ആഡ് ചെയ്തായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് 3rd പ്രൈസാണ്. നമ്മുടെ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് 3rd കിട്ടും. ഭയങ്കര അഭിമാനം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ദിവസമാണ് നമുക്ക്. അപ്പോൾ അതാണ് സ്പെഷ്യൽ ഡേ എടുത്ത് വന്നത്. നമുക്ക് സർട്ടിഫിക്കറ്റ്സും ഫ്ലവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് നമ്മളിപ്പം തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകണം. ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ. മാക്സിമം എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വിചാരിക്കുന്നുണ്ട്. എൻ്റെ വോയിസിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം വരുന്നത് അത് വോയിസ് ഓവർ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ പാട്ട് സമയത്ത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. दुनिया में हम बहुत
सारे लोगों से मिलते हैं, लेकिन इस तरीके के लोगों से मिलना मुमकिन नहीं नामुमकिन है। ये है कस्तूरी। अभी तो ये 24 साल की है। पैदा होने के बाद कस्तूरी दिखने में तो बाकी बच्चियों की तरह थी, लेकिन दिमाग से थोड़ी कमजोर थी। जैसे ही कस्तूरी बड़ी होने पर उसकी स्वभाव पर बदलाव आने लगा। माता पिता ने सोचा कि उसके शरीर में कोई भूत प्रेत चढ़ा होगा, इसलिए हमेशा कमरे में बंद रखकर भस्म लगाते थे। जब ये बात रिश्तेदारों ने सुना, उन्होंने कस्तूरी को अस्पताल में ले जाने के लिए बोला। अस्पताल में ले जाने के बाद माता पिता को समझ में आया कि ये कोई भूत प्रेत की काम नहीं, ये एक दिमागी रोग है जिसको स्किज़ोफ्रेनिया बोलते हैं। कस्तूरी हमेशा अकेलापन महसूस करती थी। सबसे गुस्सा होना, अकेले बैठकर बातें करना, आवाजों से डरने लगना, ये सब था कस्तूरी की बदलाव। अस्पताल जाने के बाद भी कस्तूरी ऐसे ही व्यवहार करती थी। शुरुआत में जब नर्स उसके पास जाती थी तो कभी कभी वो गुस्सा होती थी तो कभी डरकर पीछे हट जाती थी, कारण कस्तूरी को सब अजीब सा लगता था। रोज वो नर्स कस्तूरी से कुछ न कुछ बातें करती थी। उसी कारण धीरे धीरे कस्तूरी भी नर्स की बातें सुनने लगी। कस्तूरी हमेशा आंखों में देखने से डरती थी। धीरे धीरे कस्तूरी को समझ आया कि वो नर्स उसे कुछ करने के लिए नहीं आई है, इसलिए उसका डर भी थोड़ा थोड़ा सा कम होने लगा। यह देखकर नर्स को बहुत खुशी हुई और कस्तूरी की माता पिता को एहसास हुआ कि काश वो पहले ही कस्तूरी को यहाँ ले आते। स्किज़ोफ्रेनिया हम पूरे तरह से हटा तो नहीं सकते, लेकिन कम तो कर सकते हैं।